ഇപ്പോഴത്തെ LDF ഗവൺമെന്റിന്റെ 5 വർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ക്ഷേമ പെൻഷന്റെ കൃത്യമായ വിതരണമാണ്. 62 ലക്ഷം പേർക്ക് 1600 നിന്നും 2000 രൂപയെ വർദ്ധിപ്പിച്ച് ഒരു തടസ്സവുമില്ലാതെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. അത് ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ പറയുമ്പോൾ അത്ര വലിയ കാര്യമാണെന്ന് തോന്നില്ലെങ്കിലും അതിന്റെ തുക എത്രയാണ് എന്ന് അറിയുമ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലാവുക. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 51,500 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ രണ്ടാം പിണറായി സർക്കാർ വിതരണം ചെയ്തത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താവട്ടെ അത് 34,000 കോടിയോളം രൂപയാണ്. അതിന് തൊട്ടുമുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 9,100 കോടി രൂപ മാത്രമാണ് വിതരണം ചെയ്തത്. ഈ സർക്കാരിന്റെ മെയ് മാസം വരെയുള്ള തുക വിതരണം ചെയ്ത് കഴിയുമ്പോൾ 53,000 കോടിയിലേക്ക് എത്തും. 53,000 കോടിയുടെ തുകയുടെ വലിപ്പം അറിയണമെങ്കിൽ നമ്മുടെ കിഫ്ബി ആകെ സംസ്ഥാനത്തെടുത്തേക്കുന്ന വലിയ പ്രൊജക്ടുകളെല്ലാം കൂടി 1,10,000 കോടിയാണ്. പക്ഷെ അതിനകത്ത് ചെലവാക്കി കഴിഞ്ഞ 7 വർഷം കൊണ്ട് 40,000 കോടിക്കും 50,000 കോടിക്കും അകത്തുള്ള 50,000 കോടി താഴെയുള്ള തുകയാണ്. അവിടെയാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് 53,000 കോടി നമ്മൾ ചെലവാക്കുന്നത്. ഇത് വലിയ ഒരു നേട്ടമാണ്, അഭിമാനകരമായ കാര്യമാണ്. കേരളത്തിൽ ഇടതുപക്ഷം ഉള്ളപ്പോൾ മാത്രമേ ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ എന്നുള്ളത് അടിവരയിട്ട് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം 45 രൂപ ക്ഷേമ പെൻഷൻ ആദ്യം കൊണ്ടുവന്നത് 81 ഗവൺമെന്റാണ്. അവിടെ നിന്ന് പടിപടിയായി ഓരോ ഘട്ടമായി വർദ്ധിപ്പിച്ചു. ഇതിനകത്ത് ഒരു സമയത്തും കാര്യമായ വർധന ശ്രീ കെ കരുണാകരനും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടി ഗവൺമെന്റുകളും കൊണ്ടുവന്നിട്ടേ ഇല്ല. ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതും കൃത്യമായി നൽകുന്നതും കുടിശ്ശികയില്ലാതെ നൽകുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അത് ഈ പറഞ്ഞ 62 ലക്ഷം കുടുംബങ്ങളുടെ വീടുകളിലെ സന്തോഷം മാത്രമല്ല, കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലെ ഒരു വികസനത്തിന്റെയും വളരെ വലിയ സന്തോഷത്തിന്റെയും പ്രതിഫലനമാണ്. അതിൻ്റെ ഭാഗമാകാൻ ധനകാര്യമന്ത്രി എന്നതിൽ കൃത്യതയോടുകൂടി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ വ്യക്തിപരമായ സന്തോഷം കൂടി പങ്കുവെക്കുകയാണ്. ഇത് വലിയൊരു നേട്ടമാണ് കേരളത്തെ സംബന്ധിച്ച്. ആ നേട്ടം കൊയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അനുഭവമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്.